പക്ഷേ ഈ നമ്മുടെ കന്യാസ്ത്രീകൾ ഏകദേശം 9 ദിവസം ജയിലിൽ കിടന്നിട്ടാണ് അവർക്കിപ്പോൾ മോചനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മോചനം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള KP ശശികല വളരെ വർഗീയമായിട്ടുള്ള ചില പരാമർശങ്ങൾ അവരുടെ ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ആദ്യത്തെ കാര്യം, ഈ പെൺകുട്ടികളെ നിർബന്ധിച്ച് മൊഴി മാറ്റിച്ചതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചതെന്നാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ രാഷ്ട്രശത്രുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഈ കത്തോലിക്ക സഭക്കാരും രണ്ടും ഒരുമിച്ചാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, ഏകദേശം 250 വർഷക്കാലം ഇവരുടെ മതം മാറ്റത്തിന് വേണ്ടി ആണ് ഇവർ പ്രവർത്തിച്ചത് മുഴുവൻ. കത്തോലിക്ക സഭയെക്കുറിച്ചാണ് ഇവർ പറയണത്. മതം മാറാത്ത സ്ത്രീകളുടെ, അല്ലെങ്കിൽ മതം മാറിയിട്ടും മുൻപ് നമ്മൾ വിശ്വസിച്ച ദൈവങ്ങളിൽ രഹസ്യമായിട്ട് ആരാധന നടത്തിയ സ്ത്രീകളെ കണ്ടുപിടിച്ച് ബ്രസ്റ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം, ഒരു ചവണ പോലുള്ള ഒരു ഉപകരണം വെച്ചിട്ട്, ആ ചവണയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അവരുടെ പോസ്റ്റ്, ആ ഉപകരണം വെച്ച് അവരുടെ മാറിടം പറിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട പൊട്ടിക്കുക, അങ്ങനെ കണ്ണ് കുത്തി പൊട്ടിക്കുക, അങ്ങനെ ക്രൂരമായ വിനോദങ്ങൾ ചെയ്തിട്ടുള്ളതാണ് കത്തോലിക്ക സഭ. അതിന് നേതൃത്വം നൽകിയ ആൾ ഒരു പുരോഹിതനാണ്. ആളുടെ പേരിൽ ഇപ്പോൾ ഇവിടെ ഒരു ആരാധനാലയമുണ്ട്, അവരെ ആരാധിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള പരാമർശമാണ് ശശികല നടത്തിയത്. മാഷ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ശശികല വർഗീയമായതല്ലാതെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലും ശശികലയുടെ ഏത് പ്രസ്താവന എടുത്ത് പരിശോധിച്ചാലും ആ പ്രസ്താവനയ്ക്ക് ഒരു നിറമേ ഉള്ളൂ, അത് ഹിന്ദു വർഗീയതയുടെ തീവ്ര വർണ്ണം മാത്രമാണ് അതിലുള്ളത്. ഏത് ഘട്ടത്തിലും അവർക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് അറിയുള്ളൂ. അവരതിൻ്റെ ഒരു ഉസ്താദാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴും ഇവിടുത്തെ വിഷയത്തിലും അതുതന്നെയാണ്. അവരുടെ പാർട്ടി BJP കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കാനും അവരെ മുക്തരാക്കാനും വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ ശശികല വർഗീയ വിഷം തുപ്പുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തുടരും. വർഗീയത എന്ന് പറയുന്നത് ശശികല എന്നതിന് സമാനമായ ഒരു വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? അവരുടെ വിശ്വാസം, അവരുടെ എന്താണ് ബൈബിളായിട്ട് അവർ കൊണ്ടു നടക്കുന്ന സാധനം വിചാരധാര എന്ന് പറയുന്ന ഗോൾവർക്കറുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇന്ത്യയിൽ 3 ശത്രുക്കളാണ് ഹിന്ദുക്കൾക്കുള്ളത് എന്നാണ്. അതിലൊന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ, രണ്ടാമത്തെ ശത്രു മുസ്ലിങ്ങൾ, മൂന്നാമത്തെ ശത്രു ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ്. അത് ഗോൾവാൾക്കർ പറഞ്ഞാണ്. ഗോൾവാൾക്കറിൻ്റെ അനുയായിയായി നടക്കുന്ന ശശികലക്ക് അതല്ലാതെ മറ്റെന്ത് പറയാനായിട്ട് കഴിയും? അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ആരെല്ലാം മുന്നിൽ നിന്നു, അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന തർക്കം നടക്കുമ്പോൾ നിങ്ങൾ ആ ഘോഷയാത്രയിൽ നോക്കൂ. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, BJPക്കാരുണ്ട്. ചന്ദ്രശേഖരനാണ് അവിടെ പോയി നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതെന്നും അതിനുവേണ്ടി അമിത്ഷായാണ് അഹോരാത്രം പണിയെടുത്തതെന്നൊക്കെ അവർ തന്നെയല്ലേ പറയുന്നത്, BJPക്കാർ തന്നെയല്ലേ പറയുന്നത്. പിന്നെ എന്തിനാ ശശികല ഇവിടെ വന്നിരുന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആ പെൺകുട്ടികളുടെ മൊഴിമാറ്റി പറയിപ്പിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് ജാമ്യം കിട്ടിയതെന്ന് പറയുന്നത്? അല്ല, എന്താ കഥയിരിക്കുന്നത്? അവരുടെ നേതാക്കന്മാർക്കെതിരെ അവർ പോയി സംസാരിക്കട്ടെ. അതല്ലാണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ അവർ നടത്തുന്നതിൽ എന്തെങ്കിലും കഥയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ വർഗീയത പറയുന്ന ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം വാതുറന്നാൽ അതല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് അവർക്ക് കഴിയുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇപ്പോൾ അവരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഇതിനകത്ത് എല്ലാവരും പ്രതിഷേധിക്കുകയും അതേപോലെ തന്നെ കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ കാരണം, 2 കാരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ട കന്യാസ്ത്രീകൾ കേരളത്തിലെ 2 കന്യാസ്ത്രീകളായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിന് അതിൻ്റെ അകത്ത് കൂടുതൽ ബന്ധം വന്നത്. രണ്ടാമത്തെ കാര്യം, അവർ മനുഷ്യക്കടത്ത് നടത്തി. മനുഷ്യക്കടത്തെന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അതവർ നടത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം, BJPക്കും അറിയാം, അതേപോലെ തന്നെ മറ്റ് പാർട്ടികൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ ചെയ്യാത്തൊരു കുറ്റത്തിന് അവരെ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറയുന്ന ഒരു വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികളെ മതം മാറ്റി എന്ന് പറയുന്നതായിട്ടുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ മനുഷ്യക്കടത്തിന് വിധേയമാക്കിയ പെൺകുട്ടികൾ എന്ന് പറയുന്നവരുടെ രക്ഷിതാക്കൾ കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലമുണ്ട്.
ആ സത്യവാങ്മൂലം വ്യക്തമായിട്ട് പറയുന്നത് അവർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി അവർ ആശുപത്രിയിലെ ആതുര സേവനം അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന ഒരു സമയത്താണ് ദുർഗ് എന്ന് പറയുന്നതായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ വെച്ചവരെ ബജരംഗ് ദൾ എന്ന് പറയുന്നതായിട്ടുള്ള ഹിന്ദു തീവ്രവാദി സംഘങ്ങൾ പിടികൂടുകയും മർദ്ദിക്കുകയും അതേപോലെ തന്നെ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പൊതുവിചാരണ നടത്തുകയാണ് ചെയ്തത്. ഇതിനെതിരെ ഈ പെൺകുട്ടികൾ അവിടെയുള്ള SP പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കേസെടുക്കാൻ പറ്റില്ല എന്നാണ്. കാരണം അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം വളരെ ലളിതമായിരുന്നു. നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് SP ഈ പരാതി കൊടുക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇതിവിടെയല്ല, സംഭവം നടന്നത് ദുർഗിലാണ്, നിങ്ങൾ പോയി അവിടെ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എങ്കിലും അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസെടുക്കാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പെൺകുട്ടികളെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറില്ല. പെൺകുട്ടികൾ മർദ്ദിച്ചവർ എന്ന് പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദികളായിട്ടുള്ള ബജരംഗ് ദളാണ്. അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് ഛത്തീസ്ഗഡിലെ BJP നേതൃത്വം എടുത്ത നിലപാട് എന്നുള്ളത്. അവിടുത്തെ ഗവൺമെൻറ്റും എടുത്ത നിലപാട് തന്നെ. അവിടുത്തെ ഗവൺമെൻറ് എടുത്ത നിലപാട് എന്തായിരുന്നു? കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞതാണ് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ഇവരെ കസ്റ്റഡിയിൽ വേണം. കസ്റ്റഡിയിലൊന്നും വേണ്ട, പക്ഷേ ജാമ്യം കൊടുക്കണ്ട എന്നാണ് ഞങ്ങളുടെ നിലപാട്. കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവരെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് അവരുടെ ജാമ്യം നിഷേധിക്കുന്നത് എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം കോടതി തിരിച്ചു ചോദിക്കുകയും അങ്ങനെ അവർക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്യുന്നു മാത്രമേ. ആ ജാമ്യം വളരെ കൃത്യമായിട്ടുള്ള ചില കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ്, ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. 50,000 രൂപ കെട്ടിവെക്കുക, 2 ആഴ്ചയിലൊരിക്കൽ അവർ താമസിക്കുന്നതായിട്ടുള്ള പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടുക. അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത വ്യക്തികളെന്ന നിലക്ക് തന്നെയാണ് ഇപ്പോഴും അവരെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ പോലീസ് അധികൃതരുമൊക്കെ കാണുന്നത് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പിന്നെ ശശികല ഇവിടെ ഇത്തരത്തിലുള്ള വിഷയം അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉള്ള BJPയുടെ RSSൻ്റെ ഹിന്ദു വർഗീയവാദികളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യപ്രഖ്യാപനമാണ്. അത് ക്രൈസ്തവർ ഹിന്ദുക്കളെ മതം മാറ്റാൻ നടക്കുന്നതായിട്ടുള്ള ഏജൻറ്റുമാരാണെന്ന് പറയുന്ന അവരുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കി. ആ കാഴ്ചപ്പാടിനെതിരെ ആരും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഇതിനകത്തുള്ള ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ശശികലയുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള വർഗീയവാദികൾ ആവശ്യപ്പെടുന്നുള്ളത് ശരിയാണ്. അവർ പറഞ്ഞ രണ്ടാമത്തെ പ്രസ്താവന 16ാം നൂറ്റാണ്ടിലെ ഈ മതപരിവർത്തനമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. കത്തോലിക്ക സഭ അതപ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ സഭയുടെ ഒരു സ്വഭാവം, കത്തോലിക്കയുടെ സഭയുടെ സ്വഭാവം മാത്രമല്ല, പൊതുവിൽ മത സമൂഹത്തിൻ്റെ സ്വഭാവം ആണ്. കത്തോലിക്ക സഭ ആദ്യം ആരംഭിക്കുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമല്ല, അത് ഒരു ഗ്രഹം മാത്രമാണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും സൂര്യനെ ചുറ്റുന്നൊരു ഗ്രഹമാണ് ഭൂമി എന്നും പറഞ്ഞ ബ്രൂണോ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ആ ശാസ്ത്രജ്ഞനെ കത്തോലിക്ക സഭ ജീവനോടെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടെലസ്കോപ്പിലൂടെ ഗലീലിയോ നോക്കിയിട്ട് ഗലീലിയോ ബ്രൂണോ പറഞ്ഞ് ശരിയാണെന്നോ. അപ്പോൾ കത്തോലിക്ക സഭ ഗലീലിയോട് ചോദിച്ചു, ഗലീലിയോ നീ ഒന്നും കൂടി നോക്കിയേ. ഗലീലിയോ ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ നേരത്തെ കണ്ടത് ശരിയല്ല, ഭൂമി തന്നെയാണ് കേന്ദ്രം എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? ബ്രൂണോനെ പോലെ ചുട്ടുകൊല്ലപ്പെടാനായിട്ടുള്ള ആഗ്രഹം ഗലീലിയോക്ക് ഉണ്ടായില്ല. എങ്കിലും കത്തോലിക്ക സഭ എന്ത് ചെയ്തു? ഗലീലിയോ പിടിച്ച് ജയിലിലിട്ടു. ഗലീലിയോ ജയിലിൽ കിടന്ന് ചാവുകയാണ്. മത തീവ്രവാദം, അത് ഹിന്ദുവിൻ്റെ ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനിയുടെ ആയിക്കൊള്ളട്ടെ, മുസ്ലിമിൻ്റെ ആയിക്കൊള്ളട്ടെ, അതൊക്കെ മനുഷ്യന് തിന്നുന്നതായിട്ടുള്ള വികൃത ഭൂത സ്വഭാവമുള്ള സാധനമാണ്. ഒരു തർക്കമില്ല. കേരളത്തിൽ മാറുമറിച്ചായിട്ടുള്ള സ്ത്രീകളുടെ മുല അരിഞ്ഞെടുത്തിട്ടില്ലേ? ആരാണ് അരിഞ്ഞെടുത്തത്? ഹിന്ദുക്കളല്ലേ അരിഞ്ഞെടുത്തത്? സവർണ ഹിന്ദുക്കളല്ലേ അതിന് മുന്നിൽ? മുലക്കരെന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിലുണ്ടായിരുന്നത് ശശികലയ്ക്ക് അറിയാൻ പാടില്ല. അപ്പോൾ സമൂഹത്തിലെ താഴ്ന്ന അവസ്ഥയിൽ കിടക്കുന്ന അവർണരായിട്ടുള്ള മനുഷ്യർക്ക് നാണം മറക്കാൻ പോലും അനുവാദം കൊടുക്കാതിരുന്ന ഹിന്ദു സവർണ വർഗീയതയാണത്. ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയിക്കഴിഞ്ഞാലും ഹിന്ദുക്കളായി കഴിഞ്ഞാലും ഈ മതവർഗീയ അല്ലെങ്കിൽ നമ്മൾ ഈ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നതിൻ്റെ പൊതു സ്വഭാവം അതാണ് മാറേണ്ടത്. അത് മാറുന്നതിന് വേണ്ടിയിട്ട് ശശികല ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.